AKG ഭവനിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുക്കുകയാണ്. പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ CPM ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ SFIയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പ്രതികാര നടപടി എന്ന് മാത്രമല്ല CPMന്റെ ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്താണ് പോലീസ് നടപടിക്ക് മുതിർന്നത്. അതിൽ പാലോട് ഉറപ്പായും തന്നെയാണ് ഇവിടെ കൂടുതൽ SFI പ്രവർത്തകരൊക്കെ എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. SFIയുടെയൊക്കെ ഇവിടെയുള്ള കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മലയാളികളായ ചില പ്രവർത്തകരും ഉണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്നവരല്ലേ ഇത്? ഇങ്ങനെ SFIയുടെ പ്രതിഷേധം ഉണ്ട് എന്ന് പറയുന്നു. വലിയ പ്രശ്നമാണോ? നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഐഷി ഘോഷിനെ ഏത് വർഷത്തെ കേസാണ് ഇപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ വിളിച്ചെടുക്കുന്നത്? അത് വിത്തൗട്ട് യൂണിഫോമിലാണ് പോലീസുകാർ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അതും AKG സെൻറ്ററിൽ വെച്ചിട്ട് AKG അതെ, ഇത് വെറും ഒരു അടിച്ചമർത്തൽ മാത്രമായിട്ടാണ് വരുന്നത്. ഇത് ഈ രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥികളെ, സമരം ചെയ്ത വിദ്യാർത്ഥികളെ പീഡിപ്പിക്കാനുള്ള ഒരു പണിയാണ് ഈ രാജ്യത്ത് സർക്കാർ നടത്തുന്നത്. അതിന് വലിയ പ്രതിഷേധിക്കുന്ന SFI മാത്രമല്ല, DYFI ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധത്തിൽ പോകുന്നത്. ഏതായാലും CPM തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നതാണ്. ഇപ്പോൾ ഇവിടെ ദില്ലിയിൽ ഉണ്ടായിരുന്ന SFIയുടെ കുറച്ച് പ്രവർത്തകർ, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയതാണ്. നിങ്ങൾ എവിടെ നിന്ന്? മലപ്പുറം. പ്രതിഷേധമുണ്ട്. അതാണ് SFI സംസ്ഥാന വ്യാപകമായി തന്നെ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് അല്പം മുമ്പ് സഞ്ജീവ് പറഞ്ഞിരുന്നു. സമാനമായി SFIയുടെ ആഹ്വാനം നൽകിയിരുന്നു. CPM തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോഴും ഐഷി ഘോഷ് നമ്മുടെ സമീപത്ത് കാണുന്ന AKG ഭവൻ്റെ ഉൾവശത്താണ് ഉള്ളത്. CPMന്റെ നിയമസഹായം നൽകുന്ന അഭിഭാഷകർ തിരികെ പോയിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഡി രാജ വന്നിരുന്നു. ഡി രാജ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഡി രാജയും ആനി രാജ അടങ്ങുന്ന CPIയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഡി രാജ ഇപ്പോൾ പുറത്തേക്ക് വരും എന്നതാണ്. പുറത്തേക്ക് വരികയാണ് ഡി രാജ. അവരോട് പ്രതികരണം കൂടി ചോദിക്കാം. അരുൺകുമാറുണ്ട്, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം. ഏതായാലും വലിയൊരു പ്രശ്നമായി തന്നെ ഇടതു പാർട്ടികൾ ഇക്കാര്യത്തെ എടുക്കുന്നു എന്നതാണ് CJP പ്രതിഷേധത്തിന് പിന്നാലെ. ഡി രാജ ഉൾപ്പെടെ CPI നേതാക്കൾ പിന്തുണയുമായി എത്തിയതാണ് AKG ഭവനിൽ. CPM ആസ്ഥാനത്ത് ഐഷി ഘോഷുമായി സംസാരിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു. ഡൽഹി പോലീസിന്റെ നടപടി ജനാധിപത്യ ധ്വംസനവും ഭരണഘടനാ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ഡി രാജയുടെ പ്രതികരണം. Firstly, we leaders of the Communist Party of India came here to express our support and solidarity with the CPM party. We also came here to express our sympathies, solidarity with Aishi Ghosh, young women standing up and fighting against the right-wing fascist government headed by Mr. Modi. We all know what happened on 20th July. Finally, Modi government had to succumb to the demands made by all FIRs filed against the agitators during the protest. But now Modi government is digging up the old cases. Aishi Ghosh, it is not a new case. It is an old case and they are digging up that case and they are coming to a party headquarters, a left party headquarters in plain clothes. It is horrific and it is extremely condemnable. ശരി, അതാണ് തീർത്തും അപലപനീയമാണ് ഒരു പാർട്ടി ആസ്ഥാനത്തെത്തിയുള്ള പോലീസ് നടപടി എന്നതാണ്
ഇപ്പോൾ ഡി രാജ കുറ്റപ്പെടുത്തുന്നത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പഴയ കേസുകൾ എന്നത് പോലീസിന്റെ വ്യാഖ്യാനം മാത്രമാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. അതെ, സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള അറസ്റ്റ് പാടില്ല എന്ന്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു RSSന്റെ മാർക്സിസ്റ്റ് ആശയങ്ങൾ തലയിൽ കയറി നടക്കുന്ന കുറേ ആളുകളാണ്. ഇതൊക്കെ തെറ്റായ സമീപനങ്ങളാണ്. അതിനൊക്കെ തുറന്നു കാണിക്കുകയും കോടതി വിധി ഉൾപ്പെടെ ഉപയോഗിച്ച് ജനാധിപത്യ ശക്തികൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരം തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പോലീസ് പലതും വ്യാഖ്യാനിക്കും വിശദീകരിക്കുകയൊക്കെ ചെയ്യല്ലോ. അതാർക്കാ അറിയാത്തത്? എല്ലാ കാലത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പലതും. ദില്ലി പോലീസിന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ദില്ലി പോലീസിന്റെ നടപടി കടുത്ത ജനാധിപത്യ ധ്വംസനവും പൗരന്റെ ഭരണഘടനാ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. കോടതിയിലുള്ള ഒരു പഴയ കേസിന്റെ പേരിൽ പാർട്ടി ഓഫീസിൽ കടന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. രാജ്യവ്യാപകമായി ഈ വേട്ടയാടലിനെതിരെ ജനാധിപത്യ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്നുകൂടിയാണ്